ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടില്ല. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് ചെയ്തിട്ടുള്ളത് ഒരു KFC സ്റ്റൈലിലുള്ള ഒരു ബർഗറാണ് കേട്ടോ. കാരണം നമ്മളിതിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് KFC സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബർഗറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബ്രസ്റ്റ് പീസാണ് ചിക്കൻ്റെ. അപ്പോൾ 2 പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കട്ടിയിൽ പാടില്ല, തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാൻ നോക്കുക. അതിനുശേഷം നമ്മളിതൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലൊന്ന് മാരിനേറ്റ് ആവാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ KFCൻ്റെ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഈ മൈദയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മൈദ നല്ല പോലെ അതിൽ പിടിപ്പിക്കാൻ നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇട്ടുണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്രിസ്പി ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മളിത് കുറച്ചൊന്ന് സാധാ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒരു 10 സെക്കൻഡ് അത്രയൊക്കെ മതി. എന്നിട്ട് വേഗം തന്നെ എടുത്തിട്ട് നമ്മൾ വീണ്ടും മൈദ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് മൈദ പിടിപ്പിക്കാൻ നോക്കുക. അപ്പോൾ നല്ല പോലെ മൈദ പിടിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എക്സ്ട്രാ ഒരുപാട് മൈദ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത പീസും കൂടി ഒന്ന് മൈദയിൽ മുക്കിയെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ എടുക്കുക. എന്നിട്ട് വീണ്ടും മൈദ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, സിമ്പിളാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ മുക്കി പൊരിച്ചെടുക്കാൻ നോക്കണം, നല്ലപോലെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ അതേ ഞാനിതിന് വേണ്ടിയിട്ട് ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചൂട് വേണ്ട, ഒരു മീഡിയം ചൂട് മതി. കാരണം ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാനുള്ളതാണ്. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഇടയ്ക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എവിടെയെങ്കിലും എണ്ണ ആവാണ്ടിരിപ്പുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മൈദ അതിൽ കോട്ടായി പിടിച്ചോളൂ. ഇനി നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡും അത്യാവശ്യം കളറാവുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ബാക്കി ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മയണൈസാണ്. ഞാൻ ഇവിടെ 1/4 കപ്പ് മയണൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ബർഗറിൻ്റെ സോസായിട്ട് ഉപയോഗിക്കുന്നത്. മയണൈസ് എടുക്കുമ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള മയണൈസ് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിത് ഒരു ബർഗർ ബണ്ണ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബർഗർ ബണ്ണ് കിട്ടിയിട്ടില്ലേ നോർമൽ ബണ്ണ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഹാഫായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ക്യാബേജിൻ്റെ ലീഫാണ് ചേർക്കുന്നത്. ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ലെറ്റ്യൂസ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ക്യാബേജിൻ്റെ അധികം കട്ടിയില്ലാത്ത ഇലയാണ് എടുത്തിട്ടുള്ളത്. ക്യാബേജ് ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ മേലിൽ ഒരു ചിക്കൻ പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചീസിൻ്റെ സ്ലൈസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീണ്ടും കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. അതേപോലെ തന്നെ മറ്റേ പീസ് ബ്രെഡിലും നല്ലപോലെ മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരു 2 പീസ് തക്കാളിയും കൂടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ബർഗറല്ല, നമുക്ക് ഒരുപാട് ഫില്ലിംഗ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ മറ്റൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.